നമ്മുടെ പ്രതിനിധി ഷിനോ ജെസ്സിയോടൊപ്പം കെ അനിൽകുമാർ ചേരുന്നുണ്ട്. ആ വിശേഷത്തിലേക്കാണ്. രണ്ടാൾക്കും ഗുഡ് മോർണിംഗ്. എന്താണ് പ്രചാരണം, എങ്ങനെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, വിശേഷങ്ങളൊക്കെ എന്താണ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം? ഷിനോജ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവാതിക്കലാണ്. തിരുവാതിക്കൽ കവലയിൽ ഇപ്പോൾ ഇങ്ങനെ LDF സ്ഥാനാർത്ഥി അനിൽകുമാർ വോട്ട് ചോദിച്ച് നടക്കുകയാണ്. അല്ലാണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാറല്ലേ? ഉഷാറാണെന്ന് മാത്രമല്ല, കേരളമാകെ LDFൻ്റെ ഒരു തരംഗം അടിക്കുകയാണ്. കോട്ടയം ആ കൂടെ മാറിക്കഴിഞ്ഞു. മാറിയ കേരളം മാറേണ്ടത് കോട്ടയം. ഞങ്ങളൊരു വികസന മുന്നേറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസത്തിൻ്റെ തിരയേറ്റത്തിലാണ്. കോട്ടയം ഇത്തവണ കേരളത്തോടൊപ്പം ഉയർന്നു നിൽക്കും. ചാനൽ ചർച്ചകൾ സജീവ മുഖമാണ്. അപ്പോൾ അതിനാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നത് വ്യക്തിപരമായി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ല ഇലക്ഷൻ കാണുന്നത്. നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ കിബി ധാരാളം പദ്ധതികളുണ്ടാക്കി. പക്ഷെ കോട്ടയത്തിന് അത് ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ MC റോഡ് വികസിപ്പിക്കണം, 4 വരി പാത ഉണ്ടാക്കണം, കഞ്ഞിക്കുഴിയുടെ ട്രാഫിക് ബ്ലോക്ക് മാറ്റണം, ചിങ്ങവനത്തിന് ബൈപ്പാസ് വേണം. ഇതിനൊക്കെ സാധിക്കും. ഇപ്പോൾ അതാ പ്രളയരഹിത കോട്ടയത്തിന് വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ 107 കോടി രൂപ സർക്കാർ അനുവദിച്ച് ടെൻഡർ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ സാധിക്കും. പുഴകൾ തെളിച്ച് നമുക്ക് റോഡുകൾ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന പ്രവർത്തനം നടത്താനാവും. കോട്ടയത്തെ ചെറുപ്പക്കാർക്ക് IT സ്വപ്നങ്ങളുണ്ട്. ഇവിടുത്തെ സ്പോർട്സ്, നമ്മുടെ നെഹ്റു സ്റ്റേഡിയം പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയം എന്ന് പറയുന്നത് അക്ഷര നഗരമാണ്. തൊട്ടപ്പുറത്ത് പനച്ചിക്കാട് അക്ഷരഗ്രാമമുണ്ട്. ഒരു തീർത്ഥാടക ടൂറിസം പദ്ധതി, അക്ഷരഗ്രാമവും അക്ഷരനഗരം ഒരു സംയുക്ത പദ്ധതി. സാധ്യതകൾ സാധ്യമാണ്, ധാരാളമാണ്. കഴിഞ്ഞ തവണ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് പ്രചാരണത്തിന് കിട്ടിയത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കളം നിറയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. അതെ, LDFനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു തെണ്ടുപ്രചരണത്തിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടിസ്ഥാനപരമായി നാടിന് എന്തോ ഉണ്ടാവണം. ജില്ലാശുപത്രിയിലെ കെട്ടിടം പണി, അത് മണ്ണെടുക്കുന്നതിൻ്റെ തർക്കമുണ്ടാക്കി സ്തംഭിപ്പിച്ചു. അത് ഇപ്പോൾ വീണ്ടും പണി ആരംഭിച്ച് 1.5 നില അല്ലെങ്കിൽ 2 നിലയോളം ഇപ്പോൾ പണിയുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു. നമുക്ക് സാധ്യമാണ് മുന്നേറ്റം. MLA ആയാലേ ഈ ആകാശപാതയുടെ പരിപാടി എന്തായിരിക്കും നിങ്ങൾ ചെയ്യും? ഒന്ന് പൊളിച്ചു മാറ്റി എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല, അത് പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്തിന് MC റോഡിന് 4 വരി ബൈപ്പാസ് വന്ന പിന്നെ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നാട്ടുകാർ പറയും എങ്ങനെയിരുന്നു പൊളിച്ചു മാറ്റി തരണമെന്ന്. നാട്ടുകാരുടെ ആഗ്രഹം നടപ്പാക്കും. നാട്ടുകാരുടെ ആഗ്രഹം നടപ്പാക്കും. ഈ വോട്ട് ചോദിച്ച് പോകുന്ന സമയത്ത് ആൾക്കാർ ചാനൽ ചർച്ചയുടെ അതൊക്കെയാണോ പറയുന്നത്? ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇന്ന പോലെ ആളുകൾ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരുന്ന ആളല്ലേ എന്ന തരത്തിലാണ് പെരുമാറും. വൈകുന്നേരം എന്നും എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളിനെ പോലെയാണ് എല്ലാ വീട്ടിലും ഇടപെടാൻ കഴിയുന്നത്. നിറഞ്ഞ ആത്മവിശ്വാസമാണ്. ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് കോട്ടയം ജില്ല. പക്ഷേ കഴിഞ്ഞ തവണ വലിയ വിള്ളലുണ്ടായി, 5 സീറ്റ് പിടിച്ചു. ഇത്തവണ അതിനൊപ്പം കോട്ടയം ഉണ്ടാവും. കോട്ടയം ഉറപ്പായിട്ട് ഇടതുപക്ഷനാവത്തോടേക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇതിൻ്റെ രാഷ്ട്രീയ കോറിലേഷൻ അങ്ങനെ ആയിരുന്നു. BN വാസവൻ ചെറിയ വോട്ടിനാണ് ഒരിക്കൽ പരാജയപ്പെട്ടത്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ വികസനം കഴിഞ്ഞാൽ മറ്റൊന്നും കോട്ടയത്തില്ലാത്തൊരവസ്ഥയാണ്. നമുക്കത് അതിന് തുടർച്ചയുണ്ടാകണം. BN വാസവൻ്റെ നേതൃത്വത്തിൽ 4000 കോടി രൂപയുടെ വികസനം തൊട്ടടുത്ത് ഏറ്റുമാനൂരിൽ സാധ്യമാക്കി. ഇവിടെ മുടക്കിയത് കൊണ്ടാണ്. ആ മുടക്കിയവരെ ഇത്തവണ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDFന് അവസരം നൽകും. മലരിക്കൽ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഈ മണ്ഡലവുമായി ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ നിറഞ്ഞ പ്രതീക്ഷയാണ്. ഈ കോട്ടയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളുടെ ഇടമാണ്. മല്ലിക്കൽ എന്തോ ചെയ്തു, ആ വള്ളങ്ങളെല്ലാം അവിടെ ബാക്കി കിടക്കുകയാണ്. 250 വള്ളമുണ്ട്. 100 ദിവസമേ മല്ലിക്കൽ ഓട്ടമുള്ളൂ. ബാക്കി ദിവസം ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുവരും. സ്ഥാനാർത്ഥി ഗംഭീരമല്ലേ? നല്ല വിജയം കോട്ടയത്തുണ്ടാവും. ഉറപ്പിക്കും. എന്തായാലും കോട്ടയവും LDFനൊപ്പം ഉറപ്പിക്കുകയാണ് അവർ. വലിയ രീതിയിൽ രാവിലെ തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കവലകളൊക്കെ ഇറങ്ങി അവിടുത്തെ കടകളിലൊക്കെ കയറി വോട്ട് ചോദിക്കുകയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ.